R15 V4 എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും R3യെ ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ളൊരു ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ്. ഇന്ത്യൻ സ്കൂട്ടറുകളുടെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യത്തെ ABS ഉള്ള. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ലൈഫ് സൈക്കിൾ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മാക്സി സ്കൂട്ടറാണ് കേട്ടോ. അതും ഒരു മോട്ടോർ സൈക്കിളിൻ്റെ എഞ്ചിൻ വെച്ച് ഘടിപ്പിച്ചിട്ടാണ് ഈ വാഹനം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ മാക്സി സ്കൂട്ടർ യമഹ എയറോക്സ് 155. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ R15 V4 എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. യമഹ എയറോക്സ് 155ൻ്റെ ഡിസൈനിലേക്ക് പോവുകയാണെങ്കിൽ തികച്ചും ഒരു മാക്സി സ്കൂട്ടർ എന്ന പേരിനോട് നീതി പുലർത്തുന്ന ഒരു രൂപമാണ് എയറോക്സ് 155 ഉള്ളത്. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന മാക്സി സ്കൂട്ടറിൻ്റെ അതേ രൂപം തന്നെയാണ് എയറോക്സ് 155 ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും എയറോക്സ് 155 ഇന്ത്യയിലൊരു എതിരാളി ഇല്ല എന്ന് തന്നെ പറയാനാകും. ഇനി വേണമെങ്കിൽ അപ്രീലിയ SR 160 ഇതിനൊരു എതിരാളി എന്ന് കാണാം. അത് ശരിക്കും ഒരു മാക്സി സ്കൂട്ടർ അല്ല. ഇവൻ്റെ പവർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ SR 160 ഇവൻ്റെ എതിരാളിയായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി നമുക്ക് നമ്മുടെ എയറോക്സ് 155ൻ്റെ ഒരു വോക്കറിലേക്ക് നടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എയറോക്സ് 155ൻ്റെ ഇൻഡിക്കേറ്റർ യൂണിറ്റുകൾ വരുന്നത് ഈ ഫെൻഡറിനോട് ചേർന്നാണ്. താഴെയായിട്ടാണ് ഇൻഡിക്കേറ്റർ യൂണിറ്റുകൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു ഹസാർഡ് ലൈറ്റ് ഫംഗ്ഷനോടും കൊടുത്തിരിക്കുന്നു. ഇനി ഹെഡ്ലൈറ്റിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്രിപ്പഡ് ആയിട്ടുള്ളൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെയായിട്ട് യമഹയുടെ ഒരു എംബ്ലവും കൊടുത്തിരിക്കുന്നു. ഇനി മുകളിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു വൈസർ യൂണിറ്റിലൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ബ്ലൂ കോർ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. യമഹയുടെ ബ്ലൂ കോർ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഹെഡ്ലൈറ്റിൻ്റെ മുകളിലായിട്ട് തന്നെയാണ് എയറോക്സ് എന്ന ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വശങ്ങളിലായിട്ട് യമഹ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഫ്രണ്ട് വശം തന്നെയാണ് നമ്മുടെ എയറോക്സ് 155 വരുന്നത്. ഇനി ഇവൻ്റെ സസ്പെൻഷനിലേക്കും ബ്രേക്കിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ടയറിൻ്റെ സൈസിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 100/80/14 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് ടയറിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വളരെ മനോഹരമായ ഓറഞ്ച് കളറുകളാണ് അലോയ് വീലിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബ്രേക്കിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ 230 mm ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിസിൻ്റെ സിംഗിൾ പിസ്റ്റൺ കാലിബറും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവരുടെ ബ്രേക്കിങ്ങിൽ പറയുകയാണെങ്കിൽ ഇവരൊരു സിംഗിൾ ചാനൽ ABS ഉള്ളൊരു വാഹനമാണ്. ഇന്ത്യൻ സ്കൂട്ടറുകളുടെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യത്തെ ABS ഉള്ള, അതായത് ഇപ്പോൾ ABS ഉള്ള ഏക വാഹനം എയറോക്സ് 150 തന്നെയാണ്. ഇനി എയറോക്സ് 155ൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ വളരെ അഗ്രസീവ് ആയിട്ടുള്ളൊരു സൈഡ് പ്രൊഫൈലാണ് നമ്മുടെ എയറോക്സ് 155 വരുന്നത്. അതിൽ ഇവിടെയായിട്ട് 155 ലിക്വിഡ് കൂൾഡ് എന്നൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ എയറോക്സ് 155 എന്നൊരു നീട്ടി പരത്തിയിട്ടൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. അതിൽ VVA എന്നുള്ളൊരു ഇത് കാണാൻ സാധിക്കും. അതായത് VVA എന്ന് പറഞ്ഞാൽ വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ എന്നൊരു ഇതാണ്. അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ സാധാരണ ഇന്ത്യൻ സ്കൂട്ടർ ലവേഴ്സിനെ ഡിസപ്പോയിൻറ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ വളരെ വലിയ ഉയർന്നൊരു ഫുട് ബോർഡാണ്. ഫുട് ബോർഡൊന്നും പറയാൻ പറ്റില്ല അതിനെ. എന്തായാലും നമുക്ക് ഗ്യാസ് കുറ്റിയൊന്നും കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്കൂട്ടർ എടുക്കുന്നതിൻ്റെ പർപ്പസ് തന്നെയാണ് ഒരു വാട്ടർ ക്യാൻ കൊണ്ടുപോകുക അല്ലെങ്കിൽ ഗ്യാസ് കുറ്റി കൊണ്ടുപോകുന്നുള്ളത്. അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയൊരു വാഹനമല്ല അത്. ഈ വാഹനത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടൂറിങ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈവേയിൽ ക്രൂസ് ചെയ്യുക, കോർണറിങ് ചെയ്യുക, അതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ പർപ്പസ് ആയിട്ട് വരുന്നത്. പിന്നെ പുറകിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് ലിക്വിഡ് കൂളിൻ്റെ ഒരു റേഡിയേറ്റർ ഗ്രിൽ സെറ്റപ്പ് കാണാൻ സാധിക്കും. പിന്നെ വളരെ തടിച്ച ഉരുണ്ട ഒരു എക്സോസ്റ്റ് യൂണിറ്റ് ആണ് എയറോക്സ് 155 യമഹ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി പുറകിലെ വീൽ സൈസിലേക്ക് വരുമ്പോൾ 140/70 14 ഇഞ്ചിൻ്റെ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ സ്കൂട്ടർ സെഗ്മെന്റിലെ കൂടുതൽ വിഡ്ത്ത് കൂടിയ ടയറുകളും അതുപോലെ തന്നെ 14 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് കിട്ടുന്ന മോഡലുകളും നമ്മുടെ എയറോക്സിന് മാത്രമാണ്. പിന്നെ പുറകിലെ സസ്പെൻഷനിലേക്ക് വരുമ്പോൾ ബൈക്കിൽ കൊടുത്തിരിക്കുന്ന പോലെ ഡ്യുവൽ സസ്പെൻഷനുകളാണ് എയറോക്സ് 155 കൊടുത്തിരിക്കുന്നത്. ഇനി എയറോക്സ് 155ൻ്റെ ടൈലൻഡിലേക്ക് വരുമ്പോൾ വളരെ വലിയൊരു മഡ്ഗാർഡ് യൂണിറ്റ് ആണ് എയറോക്സ് 155 കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ വളരെ സ്ലീക്ക് ആയിട്ടുള്ളൊരു LED ടൈൽ ലാമ്പ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. മൊത്തത്തിൽ വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു ടൈലൻഡ് ആണ് എയറോക്സ് 155 വരുന്നത്. ഇനി ഇടതുവശത്തേക്ക് വരുമ്പോൾ നമ്മൾ നോർമൽ സ്കൂട്ടറുകളിൽ കാണാറുള്ളതിനേക്കാൾ വലുപ്പം കൂടിയൊരു എയർ ബോക്സ് ആണ്, അതായത് എയർ ഫിൽട്ടർ ബോക്സ് ആണ് എയറോക്സ് 155 കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട്
CVT ഗിയർ ബോക്സുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വി ബെൽറ്റ് ഡ്രൈവ് മെക്കാനിസമാണ് യമഹ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫോൾഡബിൾ ആയിട്ടുള്ള പില്ലിനെയറിനുള്ളൊരു ഫുഡ് പ്ലഗ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് വളരെ സ്ലീക്കുമാണ്, നല്ല മനോഹരമായിട്ടുള്ളതുമാണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ എയറോക്സ് 155 ഉപയോഗിച്ചിരിക്കുന്ന R15 V4 എൻജിൻ. അതിൽ ഗിയർ ബോക്സ് ഒരു CVT ഗിയർ ബോക്സാക്കി മാറ്റിയെന്നും വ്യത്യാസം മാത്രമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു 3 bhp കുറവും 1 Nm ടോർക്കിൻ്റെ കുറവും മാത്രമാണ് വന്നിരിക്കുന്നത്. പിന്നെ എയറോക്സ് 155 ഒരു സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് കൂടി വരുന്നുണ്ട് കേട്ടോ. സൈഡ് സ്റ്റാൻഡ് തട്ടാതെ നമുക്ക് ഈ വാഹനത്തെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇനി എയറോക്സ് 155 എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ 155 cc 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് എയറോക്സ് 155 ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് യമഹ R15 V4 ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിനാണ്. ഇനി ഇതിൻ്റെ പവർ ഫിഗേഴ്സിലേക്ക് വരുമ്പോൾ 15 PS പവറാണ് എയറോക്സ് 155 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ 13.9 Nm ടോർക്കാണ് എയറോക്സ് 155 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് R15 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 3 bhp കുറവും 1 Nm കുറവും മാത്രമാണ് ഈ എയറോക്സ് 155ലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. ഇനി എന്തായാലും നമുക്ക് ഈ എയറോക്സ് 155ൻ്റെ എക്സോസ്റ്റ് നോട്ട് എങ്ങനെയുണ്ടെന്ന് കേട്ട് നോക്കാം. അപ്പോൾ നമ്മൾ വാഹനത്തിലേക്ക് കയറിയിരിക്കുകയാണ്. സാധാരണ സ്കൂട്ടറിലേക്ക് കയറുന്ന പോലെ ഈ ഫുട് ബോർഡിലൂടെ കാല് കയറ്റി വയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മുട്ടിടിക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാഹനത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് എക്സോസ്റ്റ് നോട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് മൈക്കൂരി എക്സോസ്റ്റിലെടുത്ത് ഫിറ്റ് ചെയ്യാം. വളരെ സ്മൂത്തായ വളരെ മൈൽഡായ ഒരു എക്സോസ്റ്റ് നോട്ടാണ് എയറോക്സ് 155 വരുന്നത്. ഇനി എയറോക്സ് 155ൻ്റെ സീറ്റുകളിലേക്ക് വരുമ്പോൾ നല്ല സോഫ്റ്റായ കൂടുതൽ തൈ സപ്പോർട്ട് കിട്ടുന്ന ഒരു സീറ്റാണ് എയറോക്സ് 155 വരുന്നത്. അത് റൈഡറിൻ്റെ ഭാഗം കുറച്ച് താഴ്ന്നിട്ടും പില്ലിനറിൻ്റെ ഭാഗം കുറച്ച് ഉയർന്നിട്ടുമാണ് ഈ സീറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എയറോക്സ് 155ൻ്റെ സീറ്റ് ഹൈറ്റിലേക്ക് വരുമ്പോൾ സാധാരണ സ്കൂട്ടറുകളിൽ നിന്നും കുറച്ച് ഉയരം കൂടിയ സീറ്റ് ഹൈറ്റാണ് നമ്മുടെ എയറോക്സ് 155 വരുന്നത്. അതായത് 790 mm ആണ് എയറോക്സ് 155ൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. സാധാരണ 790 mm എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബൈക്കുകളിൽ കാണുന്നൊരു സീറ്റ് ഹൈറ്റാണ്. അപ്പോൾ ഒരു 5-8 എനിക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാവുന്നൊരു സീറ്റ് ഹൈറ്റാണ് നമ്മുടെ എയറോക്സ് 155 വരുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊരു ഫ്ലാറ്റ് ഫുട് ബോർഡ് അല്ല വരുന്നത്. നമുക്കൊരു ഫുട് ബോർഡ് എന്ന് പറയുന്നത് ഇതിനൊരു ഫുട് റെസ്റ്റ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് എയറോക്സ് 155 വരുന്നത്. നല്ല രീതിയിൽ തന്നെ കാല് കയറ്റി വെച്ചിരുന്ന് നല്ല അപ്രൈറ്റ് ആയിട്ട് റൈഡ് ചെയ്യാവുന്നൊരു പൊസിഷനാണ് നമ്മുടെ എയറോക്സ് 155 വരുന്നത്. ഇനി എയറോക്സ് 155യുടെ ഹാൻഡിൽ യൂണിറ്റിലേക്ക് പോകുമ്പോൾ സാധാരണ സ്കൂട്ടറിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ വൈഡായിട്ടുള്ള ഹാൻഡിലാണ് എയറോക്സ് 155 വരുന്നത്. മിററിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ FC-ലും MT-ലും കൊടുത്തിരുന്ന അതേ മിറർ യൂണിറ്റുകൾ തന്നെയാണ്. ഇത് അത്യാവശ്യം വിസിബിലിറ്റി തരുന്ന മിറർ യൂണിറ്റുകൾ തന്നെയാണ്. ഇനി സ്വിച്ച് ഗിയറിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫിറ്റ് ആൻഡ് ഫിനിഷുള്ള സ്വിച്ച് ഗിയറുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് സ്വിച്ച് ഗിയറിൻ്റെ മുൻവശത്തായിട്ട് ഒരു മെനു സെലക്ഷൻ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ ഹൈ ബീം, ലോ ബീം, ടേൺ ഇൻഡിക്കേറ്റർ, പിന്നെ ഹോണിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഹോൺ അത്യാവശ്യം ലൗഡായിട്ടുള്ള ഹോൺ തന്നെയാണ്. നമ്മുടെ FC-ലും MT-ലും കൊടുത്തിരുന്ന സെയിം ഹോൺ തന്നെയാണ്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഇത് നമുക്ക് ട്രാഫിക്കിലൊക്കെ വാഹനം നിർത്തിയിടുമ്പോൾ ഒരു 30 സെക്കൻഡ് കഴിഞ്ഞാൽ വാഹനം കട്ട് ഓഫ് ചെയ്യുന്നൊരു സിസ്റ്റമാണ്. അതായത് ഫ്യൂവൽ എക്കോണമി നമുക്ക് കൂട്ടാൻ സാധിക്കുന്നൊരു സിസ്റ്റമാണ്. അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. പിന്നെ താഴെ വരുമ്പോൾ ഇലക്ട്രിക് സ്റ്റാർട്ട് സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഈ വാഹനം ഒരു സൈലൻറ്റ് സ്റ്റാർട്ട് ടെക്നോളജി ഉള്ള ഒരു വാഹനമാണ്. പിന്നെ താഴേക്ക് കീ ഫോബിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നോർമൽ കീ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിന് ഒരു സ്മാർട്ട് കീ ഉള്ളൊരു വേരിയൻറ്റ് കൂടെ ഉണ്ട്. ഈ കീയുടെ ഫങ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കഴിഞ്ഞാൽ പിന്നത്തെ പൊസിഷൻ വരുന്നത് ഓപ്പൺ ആണ്. ആ ഓപ്പൺ പൊസിഷനിൽ ഫ്യൂവൽ എന്നൊരു ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫ്യൂവൽ ലിഡ് തുറന്നു വരുന്നത് കാണാം. ഈ വാഹനത്തിന് ഫ്രണ്ടിലാണ് ഫ്യൂവൽ ലിഡ് വരുന്നത്. അതും E20 ഗ്രേഡുള്ള ഫ്യൂവൽ വരെ നമുക്ക് ഇതിൽ ഫിൽ ചെയ്യാവുന്നതാണ്. പിന്നെ വീണ്ടും കീ ഫോബിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സീറ്റ് എന്നുള്ള സ്വിച്ചിൽ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് സീറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇതാണ് എയറോക്സ് 155ൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത്. 24.5 ലിറ്ററാണ് ഈ അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത്. അപ്പോൾ നമുക്ക് എയറോക്സ് 155ൻ്റെ സീറ്റ് ക്ലോസ് ചെയ്യാം. പിന്നെ ഇവിടെ താഴെയായിട്ട് യമഹ ഒരു സ്റ്റോറേജ് ഗ്ലൗ ബോക്സ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തായിട്ട് ഒരു 12 വോൾട്ടിൻ്റെ ഒരു 12 വോൾട്ട് 12 വാട്ട്സിൻ്റെ ഒരു പവർ സോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു ചാർജിങ് സോക്കറ്റ് വാങ്ങി കണക്ട് ചെയ്താൽ ചാർജ് ചെയ്യാം. പക്ഷേ ഇതിൽ ഒരു
5 ഇഞ്ചിൻ്റെ മൊബൈൽ ഫോൺ അല്ലാണ്ട് വേറെ ഒന്നും ചാർജ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കാണ് തോന്നുന്നത്. പക്ഷേ നമുക്ക് കേബിൾ പുറത്തേക്ക് ഇടുന്ന വഴി നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിനൊരു ലോക്ക് സിസ്റ്റം ഇല്ല, ജസ്റ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് ആയിട്ട് മറ്റേ വാല്യുബിൾ തിങ്സ് ഒന്നും ഇതിൽ വെക്കാൻ സാധിക്കുകയില്ല. ഇനി എയറോക്സ് 155ൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ഇതുപോലൊരു വെൽക്കമിങ് ലോഗോയാണ് എയറോക്സ് 155ന് വരുന്നത്. ഇവിടെ സ്പീഡോമീറ്റർ, ഇവിടെ ടൈം, ഇവിടെ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ, ഇവിടെ ഓഡോമീറ്റർ എന്നിവിടെ കാണാം. പിന്നെ 2 വശങ്ങളായിട്ടും ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇൻഡിക്കേഷൻസ് കാണാം. ഇവിടെ ABS വാർണിംഗ് കാണാം. പിന്നെ ഇവിടെ ആയിട്ട് യമഹയുടെ ഒരു ലോഗോ കൊടുത്തിരിക്കുന്നു. താഴെയായിട്ട് ട്രാക്ഷൻ കൺട്രോളിൻ്റെയും ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ഓഫ് ഫംഗ്ഷൻ്റെയും ഹെഡ്ലൈറ്റിൻ്റെയും ഒക്കെ ഇൻഡിക്കേഷൻസ് കാണാം. പിന്നെ ഈ വാഹനത്തിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ 2 ടാക്കോമീറ്റർ കാണാം കേട്ടോ. ലെഫ്റ്റും റൈറ്റും ആയിട്ട് 2 ടാക്കോമീറ്റർ കാണാം. അപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, 2 ടാക്കോമീറ്ററാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതെനിക്ക് മറ്റു വാഹന കമ്പനികളെ കളിയാക്കാൻ വേണ്ടിയെന്ന് അറിയില്ല. ചില വാഹന കമ്പനികൾ ഇതുവരെ ടാക്കോമീറ്റർ കൊടുത്തിട്ടില്ല. അപ്പോൾ അവരെ കളിയാക്കാൻ വേണ്ടിയാണോ യമഹ ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും നല്ല കാര്യം തന്നെ. പിന്നെ ഇവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഇൻഡിക്കേഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എയറോക്സ് 155ൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാഹനത്തെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് നമ്മുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ എയറോക്സ് 155നെ ഓടിച്ച് തുടങ്ങുകയാണ്. ഇവനെ ഓടിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആ പവർ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇവനിൽ ഉപയോഗിച്ചിരിക്കുന്നത് R15ൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ 155cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിൻ തന്നെയാണല്ലോ. പോരാത്തതിന് അതിൻ്റെ കൂടെ VVA ടെക്നോളജിയും കൂടി ഉണ്ട്. ഈ VVA ടെക്നോളജി എന്ന് പറയുമ്പോൾ പവറിലും പെർഫോമൻസിലും ഫ്യൂവൽ എഫിഷ്യൻസിയിലും നല്ല രീതിയിൽ സപ്പോർട്ട് തരുന്ന ഒരു ടെക്നോളജി തന്നെയാണ് VVA ടെക്നോളജി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം. പിന്നെ ഇവനെ റൈഡ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ യമഹ എയറോക്സിൽ കൊടുത്തിരിക്കുന്ന 14 ഇഞ്ച് വൈഡ് ടയറുകൾ ഇവൻ്റെ ഹാൻഡ്ലിങ്ങിലും പെർഫോമൻസിലും ഗ്രിപ്പിലൊക്കെ നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവൻ്റെ ബ്രേക്കിങ്ങിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്കൂട്ടറിൽ ആദ്യമായിട്ട് സിംഗിൾ ചാനൽ ABS യമഹ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രേക്കിംഗ് പവറിലേക്ക് പോവുകയാണെങ്കിൽ നല്ല ബ്രേക്കിംഗ് പവർ തന്നെയാണ് കൊടുക്കുന്നത്. നല്ല ബൈറ്റുള്ള ബ്രേക്കിംഗ് തന്നെയാണ്. ഇവൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് എന്താ പറയുക വെച്ചാൽ, നമ്മൾ നല്ല സ്പീഡിൽ വന്നാൽ പോലും നമുക്ക് ഇവനെ നല്ല കോൺഫിഡൻസോട് കൂടി അധികം വണ്ടി കയ്യിൽ നിന്ന് പോവാതെ പിടിച്ചു നിർത്താൻ സാധിക്കും. പിന്നെ ഇത് സിംഗിൾ ചാനൽ ABS ഉള്ളൂ എന്ന് നമുക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. പുറകിലെ വീലിലും സെൻസർ കൊടുത്തിട്ടുള്ള സിംഗിൾ ചാനൽ ABS ആണ് ഇവരിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവൻ്റെ എർഗണോമിക്സിലേക്ക് പോകുമ്പോൾ ഒരു അപ്രേറ്റ് ആയിട്ടുള്ള പോസ്റ്റർ തന്നെയാണ് ഇവനെ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല വിടർന്ന ഹാൻഡിൽ ബാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ ഇവനെ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവൻ്റെ ആ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കി, ആ എയറോക്സിൻ്റെ X എന്നുള്ളൊരു ഡിസൈനായിട്ടാണ് എനിക്ക് ഈ സൈഡ് പ്രൊഫൈലിലുള്ള ഡിസൈനെ തോന്നിയത്. അത് യമഹ അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെ ആയിരിക്കണം, ഡിസൈനിൽ ചെയ്തത് തന്നെ ആയിരിക്കണം. പിന്നെ ഇവനിൽ ഒരു വലിയ എയർ ബോക്സ് വരുന്നതുകൊണ്ട് തന്നെ പെർഫോമൻസിനെ നല്ല രീതിയിൽ ഈ എയർ ബോക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം വലിയ എയർ ബോക്സ് ആകുമ്പോൾ നല്ല രീതിയിൽ തന്നെ എയർ ഇൻടേക്ക് വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ R3യുടെ ഡിസൈൻ ഇൻസ്പയർഡ് ചെയ്തിട്ടാണ് ഈ എയറോക്സിൻ്റെ ഫ്രണ്ട് ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ മികവ് ഇപ്പോൾ നിങ്ങൾ ആ ലൈറ്റ് പാസ് ചെയ്തപ്പോൾ കണ്ടില്ലേ, അതിൻ്റേതായ മികവ് ആ ഡിസൈനിലുണ്ട്. പിന്നെ ഇവൻ്റെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡിലിങ് പക്കയാണ്. ഇപ്പം ഞാൻ എന്തായാലും ഇവനൊന്ന് ടേൺ ചെയ്ത് നോക്കാം. ഒരു വലിയ മാക്സി സ്കൂട്ടറാണ്. ടേൺ ചെയ്യാൻ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ കാണിച്ചു തരാം. വണ്ടികളൊക്കെ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇവനെ ടേൺ ചെയ്യാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അതെ, ഹാഫ് ലൈൻ ആയപ്പോഴേക്കും നമ്മൾ ടേൺ ചെയ്തു. പിന്നെ നമ്മൾ ലെഫ്റ്റ് ചേർത്ത് എടുക്കുകയാണ്, മറ്റു വണ്ടികൾക്ക് അനവസരം ഉണ്ടാക്കാതിരിക്കാൻ. അപ്പോൾ നല്ല ലുക്ക് വൈസ് ആയാലും പെർഫോമൻസ് വൈസ് ആയാലും നല്ലൊരു വാഹനം തന്നെയാണ് നമ്മുടെ എയറോക്സ് 155 എന്നുള്ളത്. പിന്നെ ഇവൻ്റെ ഹാൻഡിലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വൈഡർ ഹാൻഡിൽസ് ആയതുകൊണ്ട് നമുക്ക് ആ പഴയ കൺവെൻഷനൽ ആയിട്ടുള്ള സ്കൂട്ടറുകൾ ഓടിക്കുന്ന ഷോൾഡർ പെയിനോ ഒന്നും നമുക്കിതിൽ അനുഭവപ്പെടുന്നില്ല. പിന്നെ ഇവൻ്റെ മീറ്ററുള്ള കാര്യം പറഞ്ഞല്ലോ, നല്ല വിസിബിലിറ്റി ഉള്ള മീറ്ററാണ്. പിന്നെ 2 ടാക്കോമീറ്റർ എനിക്ക് എപ്പോഴും അതിശയം തോന്നിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവൻ്റെ മിററുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിസിബിലിറ്റി നൽകുന്ന മിററുകൾ തന്നെയാണ്. പിന്നെ കൺവെൻഷനൽ ആയിട്ടുള്ള സ്കൂട്ടറിൽ നിന്നും വ്യത്യാസമായിട്ട് ആ സെൻറ്ററിൽ ഒരു ടണൽ പോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഗ്യാസ് കുറ്റിയോ വാട്ടർ ക്യാനോ ഒന്നും ഇതിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് ഒരു കാര്യം. അങ്ങനെയുള്ള ഉപഭോക്താക്കൾ ഉദ്ദേശിച്ചിട്ടല്ല യമഹ ഈ വാഹനത്തെ പുറത്തിറക്കിയിരിക്കുന്നത്. ഹൈവേയിൽ നല്ല രീതിയിൽ ക്രൂസ് ചെയ്യാനും ടൂറിങ്ങിന് പോകാനും ഒരു ട്രാക്കിൽ ഓടിക്കുന്ന വാഹനത്തെ പോലെ റോഡിൽ ഓടിക്കാനൊക്കെ ആയിട്ടാണ് യമഹ ഈ വാഹനത്തെ ഇറക്കിയിരിക്കുന്നത്. യമഹ അവരുടെ പരസ്യങ്ങളിലും അഡ്വർടൈസ്മെൻറ്റിലും പറയുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവൻ്റെ വേരിയൻറ്റുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4 വേരിയൻസ് ആണുള്ളത്. 4 കളർ വേരിയൻസ്: സിൽവർ, റേസിംഗ് ബ്ലൂ, ഗ്രേ, വെർമില്യൻ, മെറ്റാലിക് ബ്ലാക്ക് എന്നിങ്ങനെ 4 കളറുകളാണുള്ളത്. ഇതിൽ പിന്നെ 2 വേരിയൻസ് ഉണ്ട്. ഒരു സ്റ്റാൻഡേർഡ് വേരിയൻറ്റും ഒരു സ്മാർട്ട് കീ വേരിയൻറ്റും ഉണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പെർഫോമൻസ് മാക്സി സ്പോർട്സ് സ്കൂട്ടർ തന്നെയാണ് നമ്മുടെ യമഹ എയറോക്സ് 155 എന്ന് പറയുന്നത്.
R15 ആ എഞ്ചിനും അതേ പെർഫോമൻസും ചെറിയ BHPയിലും ന്യൂട്രൺ മീറ്ററിലൊക്കെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിലേക്ക് വരുമ്പോൾ. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് സ്കൂട്ടർ നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയൊരു സൂപ്പർ വാഹനം തന്നെയാണ് എയറോക്സ് 155. പിന്നെ ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SR 160 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് എയറോക്സ് 155? ഒരു മാക്സി സ്പോർട്സ് സ്കൂട്ടറാണ് എയറോക്സ് 155. ഇവന് ഇന്ത്യയിൽ ഒരു കോമ്പറ്റീറ്റർ ഇല്ല എന്ന് തന്നെ പറയാം. വേണമെങ്കിൽ ഇവൻ്റെ പവർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രീലിയ SR 160 ഇവൻ്റെ ഒരു കോമ്പറ്റീറ്റർ ആണെന്ന് പറയാം. അല്ലാതെ ഇവൻ്റെ ഡിസൈൻ ഘടകങ്ങളും പവറും ഒരുമിച്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവനൊരു എതിരാളി ഇന്ത്യയിൽ തന്നെയില്ല. ഇനി ആർക്കൊക്കെയാണ് ഈ വാഹനം ഉപയോഗിക്കാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഗ്യാസ് സിലിണ്ടറും വാട്ടർ ക്യാനും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയൊരു വാഹനമല്ല. അപ്പോൾ അവരൊന്ന് മാറി നിന്നുള്ളൂ. ഹൈവേയിലൊന്ന് ക്രൂസ് ചെയ്യാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ടൂറിങ് ചെയ്യാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്പോർട്സ് ബൈക്ക് ഉപയോഗിക്കുന്നത് പോലെ ഒരു സ്കൂട്ടർ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റിയ വാഹനമാണ് എയറോക്സ് 155. ഇനി ഇവൻ്റെ വിലയിലേക്ക് പോവുകയാണെങ്കിൽ ഇവന് 2 വേരിയൻറ്റുകളാണുള്ളത്. ഒന്ന് നോർമൽ കീ ഉള്ള വേരിയൻറ്റും രണ്ടൊരു സ്മാർട്ട് കീ ഉള്ള വേരിയൻറ്റും. നോർമൽ കീ ഉള്ള വേരിയൻറ്റിന് 1,90,000 രൂപയാണ് ഓൺ ദി റോഡ് പ്രൈസ് ആയിട്ട് വരുന്നത്. സ്മാർട്ട് കീ ഉള്ള വേരിയൻറ്റിന് 1,96,000 രൂപയോളമാണ് ഓൺ ദി റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വാഹനത്തെ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് തന്നിരിക്കുന്നത് തൃശ്ശൂരുള്ള ചീരൻസ് യമഹ ബ്ലൂ കോർണർ എന്നൊരു ഷോറൂമിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളുടെ എൻക്വയറീസിനും മറ്റുമായിട്ട് അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം നൽകാം. അപ്പോൾ നമുക്കൊരു പുതിയ വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം. ബൈ.